നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ചക്രാസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കണക്ഷൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വെച്ചാൽ അത് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്നും പറയും. അത് കെമിക്കൽ സിഗ്നൽസ് ഡയറക്റ്റാ ബ്ലഡിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഗ്രൂപ്പ് ഓഫ് ഗ്ലാൻഡ്സ്. ഇതിന് ഹെഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എല്ലാം ചക്ര ആക്ടിവേഷനിൽ കണക്റ്റ് ആയിരിക്കുകയാണ്. അതുപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പം പീനിയൽ ഗ്ലാൻഡ്, അടുത്തത് ഹൈപ്പോതലാമസും അതിൽ ചില സെക്രീഷൻസ് ഉണ്ട്, അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അടുത്തതായിട്ട് തൈറോയിഡ്, പാരാതൈറോയിഡ്, സൈനസും അതിൽ വരും. ആജ്ഞ ഏരിയയിൽ സൈനസ്, നെക്ക് വിശുദ്ധി ഏരിയയിൽ തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ്. ബാക്കി തൈമസ് അനാഹത ചക്രത്തിൽ കണക്റ്റ് ആയിരിക്കും. അത് അഡ്രീനൽ, അത് മണിപൂരത്തിൽ കണക്റ്റ് ആയിരിക്കും. അത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, അത് സ്വാധിഷ്ഠാനത്തിൽ കണക്റ്റ് ആയിരിക്കും. അടുത്തത് ടെസ്റ്റസ്, അത് മൂലാധാരത്തിൽ കണക്റ്റ് ആയിരിക്കും. സോ ഈ ഗ്ലാൻഡ്സ് മനുഷ്യൻ്റെ ഹെൽത്ത് മെയിൻ്റനൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഗ്ലാൻഡ്സൊക്കെ അത് പ്രോപ്പറായിട്ട് സെക്രീഷൻ ആയാൽ ഒരു അസുഖവും ഇല്ല. ആക്ച്വലി ഇത് എന്തെന്ന് വെച്ചാൽ ഇത് സെൽഫ് ഹീലിംഗ് പവറുമുണ്ട്. പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്താൽ പീനിയൽ ഗ്ലാൻഡ് റിപ്പോർട്ട് എടുക്കുന്നത് ഈ ദേഹത്ത് എന്തോന്നാണ് പ്രോബ്ലം, അതിന് കാരണം എന്തോന്നെന്നുള്ളത് അത് കളക്ട് ചെയ്യും. അതിന് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് ഹൈപ്പോതലാമസ്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ഹൈപ്പോതലാമസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈപ്പോതലാമസ് ഈസ് കണക്റ്റഡ് ടു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതുവഴിയായിട്ട് എല്ലാ ഗ്ലാൻഡ്സിലൊന്നും അതിന് ഒരു റിപ്പോർട്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ഓർഡർ ഇടും, ഇന്ന ഗ്ലാൻഡ് സെക്രീഷൻസ് കൂട്ടണം, ചിലത് കുറയ്ക്കണമെന്ന് അതൊരു ഓർഡർ കൊടുക്കും. ഈ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് കൊടുക്കും, ഇൻ ദി ഫോം ഓഫ് ട്രിഗേഴ്സ് അത് കൊടുക്കും. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ്റെ ഓർഡർ ഇൻക്രീസ് ഡിക്രീസ് ഓർഡർ ഒവ്വൊരു ഗ്ലാൻഡിനും കൊടുക്കും. കൊടുക്കുമ്പോൾ ഹെൽത്ത് നോർമലാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സെക്രീറ്റ് ആകുന്നത് കൊണ്ടാണ് ഹൈപ്പർ, കുറവായിട്ട് സെക്രീറ്റ് ആകുന്നതുകൊണ്ട് ഹൈപ്പോ തൈറോയിഡിസം വരുന്നു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കമാൻഡ് കൊടുക്കും ഇത് നോർമലാക്കാൻ. അധികം തുറന്നാൽ അത് സ്ലോ ഡൗൺ ചെയ്യാനും കുറവായിരുന്നത് സ്റ്റെപ്പപ്പ് ചെയ്യാനുള്ള കമാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൊടുക്കും. മറ്റേ ഇത് നിങ്ങൾക്ക് വേറെ ഏത് ഗ്ലാൻഡും ഡയറക്റ്റായി കൊടുക്കാൻ പറ്റില്ല. അത് മാസ്റ്റർ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ ട്രീറ്റ് ചെയ്യുന്ന ത്രൂ ടാബ്ലറ്റ്സ്. അത് സിസ്റ്റം നമ്മൾ എക്സ്റ്റേണലായി കൊടുക്കുന്ന മരുന്ന്. ഇതങ്ങനല്ല, ക്വൈറ്റ് അതിൽ കമാൻഡ് കൊടുത്താലേ മതി. അത് ഇൻക്രീസ് ഡിക്രീസ് ചെയ്തോളും. ഇത് ഒരു ചക്ര ആക്ടിവേഷൻ വഴി പീനിയൽ ഗ്ലാൻഡ് ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് വിശുദ്ധി ചക്രേഷൻ ഇതായാൽ അത് കൊടുത്തോളും. രണ്ടാമത് നിങ്ങൾക്ക് ഇതേമാതിരി തൈമസ് ഗ്ലാൻഡ് സ്നേഹം, നമ്മൾ സ്നേഹം വർദ്ധിക്കണം, സെവറിറ്റി എല്ലാവരും സമുദായത്തിൽ സ്നേഹം വേണമെന്ന് പറയുന്നത്. ആ ഗ്ലാൻഡ് ഈ തൈമസ് ഗ്ലാൻഡ് നല്ല കണ്ടീഷനിലിരുന്ന് സെക്രീഷൻ ചെയ്താൽ സ്നേഹം, എല്ലായിടത്തും സ്നേഹം വരും. സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റേ സെക്സ്വൽ ലവ് അല്ല, എല്ലാ ജീവിതത്തിലും മനുഷ്യരുടെ മനുഷ്യരെടുത്തും മൃഗങ്ങളെടുത്തും ഈവൻ പ്ലാന്റ്സ് ഇതിന് മുതലായിട്ട് അത് ഒരു എക്സ്റ്റൻസ്, അതിന് ആത്മനേയ ഒരുമൈപ്പാട്, യൂണിവേഴ്സൽ ലവ് അതിൻ്റെ പേര്. അത് കൈൻഡ്, ദയ ഇങ്ങനെയും പറയും. സോ അതിൻ്റെ ഇത് വർദ്ധിക്കും തൈമസ്. ഇത് തൈമസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് റിലീവ് ആവും. ഓവർ സ്ട്രെസ് വരുമ്പം അഡ്രീനൽ ഫങ്ഷൻ, അഡ്രീനൽ മണിപൂരത്തിൽ കണക്റ്റ് ആയിരിക്കുകയാണ്. അത് അഡ്രീനൽക്ക് അഡ്രീനലിൻ, കോർട്ടിസോൾ, ഈ രണ്ടെണ്ണം അതിൻ്റെ സെക്രീഷൻ വഴി സ്ട്രെസ് കുറയ്ക്കും. അതേമാതിരി തൈമസ് സെക്രീഷനും സ്ട്രെസ് കുറയ്ക്കാൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. സ്ട്രെസ് റിലേറ്റഡ് ഡിസീസ്,
സോ ഒരുപാട് ഡിസീസ് ഒന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസാണ്, സ്ട്രെസ് റിലേറ്റഡ് ഡിസീസാണ്. സ്ട്രെസ് എവിടെ അക്യുമുലേറ്റ് ആവുന്നതോ അവിടെ വന്ന് പ്രോബ്ലം ഉണ്ടാകും. നെക്ക് ഏരിയയിൽ അക്യുമുലേറ്റ് അവിടെ പ്രോബ്ലം, തൊറാസിക് ഏരിയയിൽ അക്യുമുലേറ്റ് അവിടെ പ്രോബ്ലം. ഇതേമാതിരി ലാർജ് ഇൻഡസ്ട്രിയിലാണ് ലാസ്റ്റ് അക്യുമുലേഷൻ ഓഫ് സ്ട്രെസ്. ഇതൊന്ന് സ്ട്രെസ് വന്ന് കയറി വരുമ്പോൾ ലാസ്റ്റായിട്ട് ലാർജ് ഇൻഡസ്ട്രിയിൽ അത് സ്റ്റോറായി അതിനെ വന്ന് റിലീവ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ആവും. ഈവൻ ക്യാൻസറെ കുറേ അത് വന്ന് ക്ലിയർ ചെയ്യാമെന്നാണ് ഇരിക്കുന്നത്. സ്ട്രെസ് വന്ന് ഈവൻ ക്യാൻസർ ഫോർമേഷന് വൺ ഓഫ് ദി റീസൺസ്. ഇപ്പോൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഈ സെക്രീഷൻസ്, അഡ്രീനലിൻ്റെ തൈമസ് സെക്രീഷൻസ് യൂസ്ഫുള്ളായിരിക്കും. അത് വന്നു വെച്ചാൽ ജെൻസിന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇപ്പോൾ ഒരുപാട് പേർക്ക് 60 വയസ്സ് മേലെ കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സെക്രീഷൻ പ്രോബ്ലം വരുന്നു, പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ സ്വാധിഷ്ഠാന ആക്ടിവേഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നു. സ്വാധിഷ്ഠാന ആക്ടിവേഷനിൽ ഇത് അതേമാതിരി ലേഡീസാണോ ഓവറീസ് ഡെവലപ്മെൻറ്റുകൾ അത് കണക്റ്റ് ആയിരിക്കുന്നു. അടുത്തപടിയായി നിങ്ങൾ വന്ന മൂലാധാരത്തിൽ നിന്ന് പീനിസ് ആൻഡ് ടെസ്റ്റക്കിൾസ് കണക്റ്റ് ആയിരിക്കും. ഈ സ്പാം കൗണ്ട് കുറവ്, സ്പാം കൗണ്ട് വെറിലിറ്റി കുറവ്, സ്പാം കൗണ്ട് അതുമാതിരി സ്പാം മോട്ടിലിറ്റി, ഇതൊക്കെ ഇതിൽ കണക്റ്റഡ് ആയിരിക്കുകയാണ്. അതുമാത്രമല്ല ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ വരുമ്പോൾ എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷനും നാച്ചുറലായി കൺട്രോൾ ആവും. സോ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ വഴി നമ്മൾ വന്ന് ഇമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാം. അതിൻ്റെ പേരാണ് കായകൽപ്പം. ഇതിൻ്റെ വന്ന് ചക്ര ആക്ടിവേഷൻ വഴി ഇത് വന്ന് ഇതിനെ ഇമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ പേര് കായകൽപ്പം. കായകൽപ്പം ഒരുപാട് ടെക്നിക്കുണ്ട്. അതിൽ വന്ന് ഇത് മോഡേൺ കായകൽപ്പം. അതേസമയം അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ ഇതിൻ്റെ സെക്രീഷന് റീഅറേഞ്ച് ചെയ്ത് ഹീൽ ചെയ്യാം. അപ്പോൾ അത് ഹീലിംഗ് ആവുന്നു, ചക്ര ഹീലിംഗ് ആവുന്നു. ഇപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആക്ടിവേഷൻ വഴി ഇതൊക്കെ സാധിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് മരുന്ന് ഇല്ലാതെ വൈദ്യം എന്ന് പറയുന്നു. ഇത് നല്ല മരുന്ന് എടുക്കാതിരിക്കുകയാണ്, എടുത്താലും ഇതിനെ കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്പീഡി റിക്കവറി ആവും. അതുകൊണ്ട് ഇത് വന്ന് മറ്റേ ഏതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെയും ക്ലാഷ് ആവുന്നതല്ല. ഇതിനെ വന്ന് മറ്റേ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെയും ഇത് എടുക്കാം. ഇങ്ങനെയുള്ളത് വന്ന് സേഫ് ആൻഡ് സെക്യൂർ ചക്ര ഹീലിംഗ് ത്രൂ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കൺട്രോൾ. ഇത് ഒരു മെത്തേഡുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ചക്ര ആക്ടിവേഷൻ വഴി അതുവഴിയായിട്ട് ഒരുപാട് പേർക്ക് റിലീഫ് കിട്ടിയിട്ടുമുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അത് ജനറൽ ഹെൽത്ത്, പ്രിവെൻറ്റീവ് ക്യൂർ, ഇങ്ങനെ എല്ലാത്തിനും ഇതിനെ യൂസ് ചെയ്യാം. അസുഖം വരും മുമ്പേ ഇത് ഈ ആക്ടിവേഷനൊക്കെ ചെയ്ത് ഗ്ലാൻഡൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേറെ അസുഖങ്ങളും ഉണ്ടാവില്ല. അത് ഇങ്ങനെ പല ബെനിഫിറ്റും ഉണ്ട്. ഇതൊക്കെ ശിവയോഗത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. പ്രത്യാഹാര ചക്രം എന്ന് പറയുമ്പോൾ എല്ലാം പ്രത്യാഹാര റിലേറ്റഡാണ്. ഇന്ത്യയിൽ ആസനം, പ്രാണായാമം പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ഏരിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രത്യാഹാരത്തിൽ നിന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഉള്ള യോഗ പ്രത്യാഹാരത്തിൽ നിന്നാണ്. വാസി യോഗ, കായകൽപ്പ യോഗ, ഇതെല്ലാം പ്രത്യാഹാരൻ്റെ അബോവ് ധാരണ. ഇത് രണ്ടിലും വരുന്ന ഹീലിംഗ് ഇതാണ്. ഇത് യോഗത്തിൻ്റെ പാർട്ടാണ്. ഇത് വേറെ ഇതിൽ അഷ്ടാംഗ യോഗത്തിൽ 5th പാർട്ട് ആൻഡ് 6th പാർട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് സേഫ് ആൻഡ് ഹാംലെസ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് മതത്തിലുള്ളവർക്കും ചെയ്യാം. ഇതൊന്ന് ബയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്. അതുകൊണ്ട് ഇതിനെ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്നും പറയാം. ഇത് പഠിക്കാനും ടീച്ച് ചെയ്യാനും ഗവൺമെൻറ് ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യോഗ ആൻഡ് സ്പിരിച്വൽ ആക്ടിവിറ്റി. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.